ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുള്ള ആദിവാസി സമൂഹത്തിലെ തൊഴിലാളികൾ ഇന്ന് പ്രകൃതിയെ ആരാധിക്കുന്ന ദിവസമായി ആചരിക്കുകയാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പരമ്പരാഗത രീതിയിൽ ആടിയും പാടിയും ആഘോഷിക്കുന്നത്. സാഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലിക്കായി എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ആദിവാസി സമൂഹത്തിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ ജോലിക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇന്നത്തെ ദിവസം പ്രകൃതിക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രകൃതിയെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത രീതിയിലുള്ള ആട്ടവും പാട്ടുമായിട്ടൊക്കെ അവർ കൊച്ചിയിൽ ആഘോഷിക്കുകയാണ്. എന്തായാലും അവരുടെ അസോസിയേഷനും മറ്റ് സംഘടനാ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ ചോദിക്കുക, എങ്ങനെയാണ് ഇന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമോ? എല്ലാവർക്കും നമസ്കാരമാണ്. നമ്മള് ഓൾ കേരള ആദിവാസി വർക്കേഴ്സ് അസോസിയേഷൻ ഇവിടെ നമ്മൾ ആസാം, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ആയിട്ട് എല്ലാവരും അങ്ങനെ ആയിട്ട് നമ്മളൊരു പ്രകൃതി രീതിക്കാണ്. നമ്മള് ഇപ്പോ കറം ഫെസ്റ്റിവൽ ആണ് പറയും. അപ്പോ ഇത് നമ്മള് എന്താ മാമ Prakriti, nature means nature. We are the worshipping the nature. Means we are praying for the Almighty God, which is nature, because we are depending on nature, na. So always, all those are coming from that land, fruits and whatever it is, or trees. For the best, next year it will be come and we will survive. We are surviving with this nature, na. So we are ഡിപെൻഡിങ് ദ നേച്ചർ. ഇത് നിങ്ങളുടെ പരമ്പരാഗതമായ രീതിയിലുള്ള ആചാരങ്ങളൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ ഡാൻസും ഉണ്ടാവും, പാട്ടുണ്ടാവും, പിന്നെ നമ്മള് കൾച്ചർ ഡാൻസ് ഇപ്പോൾ കാണിക്കുന്നത് സാറേ എല്ലാരും കാണുന്നത്. ഇതിപ്പോ നമ്മളെ കൾച്ചർ ഡാൻസ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, പിന്നെ എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോ ഇനി ലാസ്റ്റ് അവസാനം പരമാവധി എത്ര ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുന്നത്? പരമാവധി ഇവിടെ ഒരു 5000 സംതിങ് ഉണ്ടാവും. 5000-ലധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. 5000 ഉണ്ടാവും. യെസ്. അത് നിങ്ങളല്ലേ ഇവിടെ സംരക്ഷണമൊക്കെ ഒരുക്കുന്നത്? അതെ അതെ, നമ്മളാണ് ഇവിടുത്തെ സംരക്ഷണം. കഴിഞ്ഞ വർഷം നമ്മൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 3000 ആളുകൾക്ക് കഴിഞ്ഞ വർഷം വന്ന് പങ്കെടുത്ത് പോയതാണ് ഇവിടുന്ന്. എല്ലാ വർഷവും ഇതിപ്പോ നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടക്ട് ചെയ്തു, ഈ വർഷം നമ്മൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിലെന്തായാലും സന്തോഷം. ഇവരുടെ ആചാരങ്ങള് ഇവർക്ക് ആദിവാസിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറയുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വൈകുന്നേരം വരെ ഈ പരിപാടികളെല്ലാം തന്നെ നീണ്ടു നിൽക്കും. ഇന്നത്തെ ദിവസം പ്രകൃതിയെ ആരാധിക്കുന്നതിന് വേണ്ടി ഇവർ മാറ്റിവെച്ചിരിക്കുന്ന ആ ദിവസം തന്നെയാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള വസ്ത്രധാരണവും എല്ലാമായി അവർ അവരുടെ പൂജകളും ഒപ്പം തന്നെ ആട്ടവും പാട്ടും അതിനുശേഷം മറ്റ് കലാപരിപാടികളും എല്ലാമായി ഇന്നത്തെ ദിവസം കൊച്ചിയിൽ ആകമാനം ആഘോഷിക്കുന്നുള്ളതാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇന്ന് കൊച്ചിയിലേക്ക് എത്തും.